ഇപ്രാവശ്യം വീട് പണി നടക്കുന്നതുകൊണ്ട് ഞാനിവിടെ എനിക്ക് ഡ്രസ്സിനേക്കാൾ കുറച്ചും കൂടെ അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ഏരിയയിലോട്ടാണ്. ഇവിടെ കുറേ ടൈപ്പിലുള്ള ഗ്ലാസും പാത്രങ്ങളും നല്ല ഭംഗിയുണ്ടായിരുന്നു. പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഷുഗർ സോൾട്ട് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന ഈ അടുക്കളയിൽ വെക്കുന്ന പാത്രങ്ങളില്ല, അതൊക്കെ നല്ല അടിപൊളി പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഓർത്തു, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഡ്രസ്സിനേക്കാൾ കുറച്ചും കൂടെ ഇഷ്ടം വന്നത് ഈ ഒരു സെക്ഷനാണ്. സാധാരണ ഡ്രസ്സ് കാണുമ്പോഴാണ് അടുത്ത പ്രാവശ്യം ഇത് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ മൈൻഡ് ഫുള്ള് ഈ ഇതുപോലത്തെ പാത്രങ്ങളായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വീടിൻ്റെ പണി പകുതി ആയതേ ഉള്ളൂ, ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അന്നേരത്തേക്കിനും വന്നിട്ട് ഇപ്പം വീടിൻ്റെ കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം തേപ്പുണ്ട്, എന്തായാലും കുറേ മാസം എടുക്കും. അപ്പോൾ അന്നേരത്തേക്കിനും വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പാത്രങ്ങളാണ്. ഞാനാണെങ്കിൽ കുറച്ച് യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെ കുക്കിംഗ് വ്ളോഗൊന്നും കാണുന്നതല്ല, ഇപ്പം കുക്കിംഗ് വീഡിയോസ് കാണാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ ഇടയ്ക്കൊരു കണ്ടൊരു ചാനൽ, ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് അവരുടെ അടുക്കളയിലിരിക്കുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഈ പാത്രങ്ങളൊക്കെ അത്ര ശ്രദ്ധിച്ചത്. സാധാരണ ഞാൻ അങ്ങനെ പാത്രത്തിലൊന്നും അത്രയ്ക്കൊന്നും ഇഷ്ടം തോന്നാറില്ല. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടതോടെ എനിക്ക് ആ ഒരു ഓരോ സെലക്ട് ചെയ്യുന്ന ആ ഒരു പാത്രവും അങ്ങനെ എല്ലാം കൂടെ ആ ഒരു അടുക്കളയുടെ ലുക്കിനെ തന്നെ എന്തോരം മാറ്റുന്നതെന്ന് മനസ്സിലായി. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഷുഗർ സോൾട്ട് അങ്ങനെ ഓരോന്ന് ഇട്ട് വെക്കാനുള്ള ഓരോ ബോക്സ് നല്ല ഭംഗിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ്, ഗ്ലാസ്, പാത്രം, അങ്ങനെ കുറേ പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, കുറേ ഫ്ലവേഴ്സിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ്. ആ ഗ്ലോബൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി. പിന്നെ അതുപോലെ ഇവിടെ ഒരു ക്ലോക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ മണിച്ചിത്രത്താഴിലെ ശോഭന ഓരോന്ന് നോക്കത്തില്ല, അതുപോലൊരു അവസ്ഥയായിരുന്നു എനിക്കത് ഓരോന്ന് കണ്ടപ്പം. ഓരോന്നും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ചിലപ്പം വീട് പണിയുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിനോടൊക്കെ ഇത്രയും ഒരു അട്രാക്ഷൻ ഈ സമയത്ത് തോന്നാൻ കാരണം. അങ്ങനെ ഇവിടെ കുറേ ഐറ്റംസ് എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ അതും ഡ്രസ്സ് ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ 500, 600 ആ ഒരു റേഞ്ചൊക്കെയാണ് റേറ്റ്. ഓരോന്നിനും അതിനനുസരിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇതുപോലത്തെ കുറേ ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന കടകളിലൊക്കെ പോയി നേരത്തെ കുറേ ഇങ്ങനെ നോക്കിയൊക്കെ വെക്കണം. അപ്പം നമുക്ക് എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ഓൾറെഡി നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അതായത് വീടിൻ്റെ പാലുകാച്ചിനൊക്കെ മുമ്പ് അവർ പറഞ്ഞായിരുന്നു, അവർ എല്ലാ വെള്ളിയാഴ്ചയും അവർ പുതിയ സ്റ്റോക്ക് ഇറക്കുന്നുണ്ട് ഇതുപോലെ ഹോം ഡെക്കർ ഐറ്റംസിൻ്റെയും എല്ലാം. അതുപോലെ അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതിനകത്തോട്ട് നമ്മളെ ആഡ് ചെയ്യും. അന്നേരം നമുക്ക് അതിനകത്ത് പുതിയ ഐറ്റംസിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ട് തരാനായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ചാച്ചന് ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു.